ഖത്തറിന് ഇനി US-ൻ്റെ സമ്പൂർണ്ണ സംരക്ഷണം. ഇത് സംബന്ധിച്ച എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു. ഖത്തറിനെതിരായ ആക്രമണം US-ന് ഭീഷണിയാണെന്നും ഖത്തറിന് നേരെയുള്ള ഏതൊരു സായുധ ആക്രമണത്തെയും ഭീഷണിയായി കണക്കാക്കുമെന്നും എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പറയുന്നു. ഒരു ആക്രമണമുണ്ടായാൽ നയതന്ത്രപരവും സാമ്പത്തികവും ആവശ്യമെങ്കിൽ സൈനികവുമായ നടപടിയും അമേരിക്ക സ്വീകരിക്കും. ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചിരുന്നു. ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിലാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. ഇതിനു പിന്നാലെയാണ് എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പിട്ടത്. എക്സിക്യൂട്ടീവ് ഉത്തരവിലെ പ്രധാന നിർദ്ദേശങ്ങൾ ഇവയാണ്. ഖത്തറിൻ്റെ പ്രദേശത്തിനോ പരമാധികാരത്തിനോ പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾക്കോ നേരെയുണ്ടാകുന്ന ഏതൊരു സായുധ ആക്രമണവും US-ന് നേരെയുള്ള ഭീഷണിയായി കണക്കാക്കും. ഖത്തറിനെതിരെ അത്തരത്തിലൊരു ആക്രമണം ഉണ്ടായാൽ US ഇടപെടും. US-ൻ്റെയും ഖത്തറിൻ്റെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിനും നയതന്ത്രപരവും സാമ്പത്തികവും ആവശ്യമെങ്കിൽ സൈനികവുമായ എല്ലാ നടപടികളും US സ്വീകരിക്കും. ഖത്തറിനെതിരെ വിദേശ ആക്രമണം ഉണ്ടായാൽ വേഗത്തിൽ പ്രതികരണം ഉറപ്പാക്കും. ഇതിനായി സ്റ്റേറ്റ് സെക്രട്ടറിയുമായും നാഷണൽ ഇൻ്റലിജൻസ് ഡയറക്ടറുമായും നടപടികൾ ഏകോപിപ്പിച്ച് യുദ്ധ സെക്രട്ടറി ഖത്തറുമായി സംയുക്ത നടപടി സ്വീകരിക്കണം. ഇതൊക്കെയാണ് എക്സിക്യൂട്ടീവ് ഉത്തരവിലെ പ്രധാന നിർദ്ദേശങ്ങൾ. ഖത്തറിൽ US-ന് സൈനിക താവളമുണ്ട്. ഇതിന് പകരമായി ഖത്തറിന് US സുരക്ഷ നൽകുന്നുണ്ട്. ഇത് മറികടന്നാണ് ഇസ്രായേൽ ദോഹയിൽ ആക്രമണം നടത്തിയത്. ഇതിൽ ട്രംപിന് അതൃപ്തിയുണ്ടെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. US-ൻ്റെ ഒരു സഖ്യകക്ഷി തന്നെ US സുരക്ഷ ഉറപ്പാക്കുന്ന ഖത്തറിൽ ആക്രമണം നടത്തിയത് വലിയ ക്ഷീണമായി മാറിയെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. പിന്നാലെയാണ് US-ൻ്റെ നിർണായക നടപടി. ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ച സംഭവം ലോകത്തെ അമ്പരപ്പിച്ചിരുന്നു. ഇതോടെ ഗാസ വെടിനിർത്തൽ മധ്യസ്ഥതയിൽ നിന്ന് പിന്മാറുന്നതായി ഖത്തർ പ്രഖ്യാപിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം US സന്ദർശന വേളയിൽ നെതന്യാഹു ഖത്തർ പ്രധാനമന്ത്രിയെ വിളിച്ച് ഖേദം പ്രകടിപ്പിച്ചു. ഇനി ഖത്തറിനെ ആക്രമിക്കില്ലെന്നും നെതന്യാഹു ഖത്തർ പ്രധാനമന്ത്രിയെ അറിയിച്ചു. രാജ്യത്തിൻ്റെ പരമാധികാരത്തിന്മേലുള്ള ആക്രമണത്തിലും ഖത്തറി പൗരൻ കൊല്ലപ്പെട്ടതിലും നെതന്യാഹു ക്ഷമ ചോദിച്ചു. നെതന്യാഹുവിൻ്റെ ക്ഷമാപണത്തോട് രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് മേലുള്ള ഏത് കടന്നുകയറ്റവും അംഗീകരിക്കാനാവില്ലെന്ന് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ ഥാനി പ്രതികരിച്ചു. ഇസ്രായേൽ നൽകിയ ഉറപ്പിനെ സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം പ്രസ്താവനയിൽ വ്യക്തമാക്കി. പിന്നാലെ US-ൻ്റെ ഗാസ സമാധാന പദ്ധതിയെ അറബ് മുസ്ലിം രാജ്യങ്ങൾ സ്വാഗതം ചെയ്തു. 8 അറബ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചു. സൗദി അറേബ്യ, ജോർദാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, തുർക്കി, ഖത്തർ, ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരാണ് സംയുക്ത പ്രസ്താവന നടത്തിയത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ട്രംപിൻ്റെ ആത്മാർത്ഥ ശ്രമങ്ങളെ സ്വാഗതം ചെയ്യുന്നതായി പ്രസ്താവനയിൽ പറയുന്നു. ഗാസയിലെ സമാധാന ശ്രമങ്ങളിൽ ഖത്തർ അമീറിനെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രശംസിക്കുകയും ചെയ്തു. വൈറ്റ് ഹൗസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ട്രംപിൻ്റെ പ്രശംസ. നയതന്ത്ര തലത്തിൽ ഖത്തർ നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും ട്രംപ് പറഞ്ഞു. പശ്ചിമേഷ്യൻ മേഖലയിൽ സമാധാനവും സ്ഥിരതയും കൈവരിക്കാൻ നിരന്തരം ഇടപെടുന്ന അത്ഭുത വ്യക്തിത്വമാണ് ഖത്തർ അമീർ എന്നായിരുന്നു ട്രംപിൻ്റെ പ്രശംസ. നയതന്ത്ര മേഖലകളിൽ ഖത്തർ നടത്തുന്ന ശ്രമങ്ങളെയും ട്രംപ് അഭിനന്ദിച്ചു. പശ്ചിമേഷ്യയിൽ മധ്യസ്ഥൻ എന്ന നിലയിൽ ഖത്തറിൻ്റെ പങ്ക് നിർണായകവും തന്ത്രപരവുമാണെന്ന് ട്രംപ് പറഞ്ഞു.